പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 മാർച്ച് മാസം 1-ാം തീയതി ശനിയാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ നാം ഏവരും ഈ വർഷത്തിന്റെ 3-ാമത്തെ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ മാർച്ച് മാസം ജീവജലം ശ്രവിക്കുന്ന ഏവർക്കും അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ദൈവകൃപയുടെയും മാസമായി സന്തോഷത്തോടും സമാധാനത്തോടും അതിലേറെ ദൈവകൃപ അനുഭവിക്കുന്ന ഒരു ധന്യമായ ദിനരാത്രങ്ങളായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആത്മാർത്ഥമായ ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 9-ാം വാക്യം. ദ ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 55 വേഴ്സ് 9 നാം ഇപ്രകാരം വായിക്കുന്നു: ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. ദൈവത്തിന്റെ ഒരു വലിയ അനുഗ്രഹത്തിന്റെ വാക്കുകളാണ് ഈ വർഷത്തിന്റെ 3-ാം മാസമായ മാർച്ച് മാസം 1-ാമത്തെ പ്രഭാതത്തിൽ വാഗ്ദത്ത വചനത്തിൽ കൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നാം ഓരോരുത്തരും നമ്മുടെ ഓരോ കാര്യങ്ങളിൽ പ്ലാൻ ചെയ്ത് പദ്ധതിയിട്ട് സ്വയം ഒരു തൃപ്തിയിൽ കൂടെ ഓരോ ദിനവും ഓരോ ആഴ്ചയും ഓരോ മാസവും നീങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ്. ഇപ്പോൾ ഈ മാർച്ച് മാസത്തെക്കുറിച്ച് നമുക്ക് ചില കാൽക്കുലേഷൻ ഉണ്ട്. അത് നമ്മുടെ കുടുംബകാര്യങ്ങളിൽ, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളിൽ, അതുപോലെ തന്നെ ഫിനാൻസ് കാര്യങ്ങളിൽ എല്ലാത്തിലും. പക്ഷേ ഇന്നത്തെ വാഗ്ദത്ത വചനം പറയുകയാണ്, എന്റെ മകനെ മകളെ, നിങ്ങൾ വിചാരിക്കുന്നതിലും നനയ്ക്കുന്നതിലും ഒക്കെ മുകളിലാണ്, ഉയരത്തിലാണ് എന്റെ വിചാരങ്ങളും എന്റെ പദ്ധതികളും. എങ്ങനെ? ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അതിന്റെ അകലവും അതിന്റെ സൃഷ്ടിയും ദൈവത്തിന്റെ മാത്രം കരവിരുതിൽ ആണ്. അപ്പോൾ അത്രമാത്രം അകലമാണ് നമ്മുടെ പദ്ധതികളും ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതികളും. അങ്ങനെയെങ്കിൽ ഈ മാർച്ച് മാസം എങ്ങനെ മുൻപോട്ട് പോകും? പ്രത്യേകിച്ച് പലയിടങ്ങളിലും ഫിനാൻസിയർ തീരുന്ന ഒരു മാസം കൂടെയാണല്ലോ. ചില സാമ്പത്തിക ഇടപാടുകൾ, ലോൺ സംബന്ധമായി, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ സംബന്ധമായി എന്ന് വേണ്ട നിരവധി അനവധി ഫിനാൻഷ്യൽ പ്രോബ്ലംസ്, ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ, നിയമ ഇടപാടുകൾ, ഇവയൊക്കെ എങ്ങനെ ആകുമെന്ന് വ്യാകുലപ്പെടുന്നവരുണ്ടോ? ദൈവമക്കളെ, സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ അനുമാനങ്ങൾക്കും അപ്പുറമായി കരുതി വെച്ചിട്ടുണ്ട് എന്ന് ഈ പുത്തൻ പ്രഭാതത്തിൽ വാഗ്ദത്ത വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുകയാണ്. അത് മാത്രമല്ല, ഇതൊരു മറ്റൊരു വശം കൂടെയുണ്ട്. പലപ്പോഴും നമ്മളുടെ ചിന്തകളും നമ്മളുടെ തീരുമാനങ്ങളും നമ്മുടെ പ്ലാനിങ്ങുകളും നമ്മളുടെ സാമ്പത്തികം, നമ്മുടെ അറിവ്, നമ്മുടെ സ്വപ്നം ഇവയിലൊക്കെ ഒതുങ്ങി നിൽക്കും. നിശ്ചയമായും അതേ പറ്റുകയുള്ളൂ. അതിനപ്പുറത്ത് ചെയ്യാൻ പാടില്ലല്ലോ, ചെയ്തിട്ട് കാര്യവുമില്ല. എന്നാൽ നാം എത്രയൊക്കെ പദ്ധതി ഇട്ടാലും ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഒരു പദ്ധതി എത്രയോ ഉന്നതവും ശ്രേഷ്ഠവുമാണ്. നമ്മൾ അതുകൊണ്ടാണ് പലപ്പോഴും പറയുന്നത്, എന്റെ ആ കാര്യം, അതൊരു പക്ഷേ മകന്റെ വിദ്യാഭ്യാസ കാര്യമായിരിക്കാം, മകളുടെ വിവാഹ കാര്യമായിരിക്കാം,
നിങ്ങളുടെ ഒരു ഭവനത്തിന്റെ പണിയുടെ കാര്യമായിരിക്കാം. എന്തുമായിക്കൊള്ളട്ടെ, അത് നടന്നു കഴിഞ്ഞ് തിരിച്ചു ചിന്തിക്കുമ്പോൾ ഓർത്തു പറയാറുണ്ട്, അന്ന് ആ കാര്യം എങ്ങനെ നടന്നു എന്ന് ഇപ്പോഴും എനിക്കറിയുകയില്ല. ഞാൻ ആ കാര്യം ആരംഭിക്കുമ്പോൾ എൻ്റെ കയ്യിൽ 1,00,000 രൂപയെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അത് പൂർത്തീകരിച്ചപ്പോൾ 5 ലക്ഷം, 10 ലക്ഷം, 20 ലക്ഷം, ഇങ്ങനെ നമ്മൾ എന്ത് പ്രോജക്റ്റാണ് ഏർപ്പെട്ടത് അതനുസരിച്ച് അതിനൊരു എസ്റ്റിമേറ്റഡ് കോട്ട് ഉണ്ടല്ലോ, ഒരു എക്സ്പെൻസ് ഉണ്ടല്ലോ. അത് വെച്ച് നമ്മൾ പറയും അത്രയും തുക എങ്ങനെ ഞാൻ സമാഹരിച്ചു, എങ്ങനെ കൈകാര്യം ചെയ്തു, എങ്ങനെ അത് ഞാൻ അതിജീവിച്ചു. ഇപ്പോഴും അത്ഭുതം തന്നെയാണ്. അതെ, അത്ഭുതമാണ്. കാരണം അത് നടത്തിയത് നിങ്ങളല്ല. ഹല്ലേലൂയ. നിങ്ങളുടെ 1,00,000 കൊണ്ടല്ല, അതിനപ്പുറത്ത് നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു കരുതലുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ പലവിധ വിഷയത്താൽ ഭാരപ്പെട്ട് വേദനിച്ച് ഈ പുത്തൻ മാസത്തിലോട്ട് പ്രവേശിച്ച ആരെങ്കിലും ഉണ്ടോ? എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ കരുതലും വിചാരവും ഉന്നതമാണ്, ശ്രേഷ്ഠമാണ്. ഇനിയും മൂന്നാമതൊരു വശം കൂടെ. ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പരീക്ഷ എഴുതുകയാണ്. പ്രത്യേകിച്ച് 12th 12ാം ക്ലാസ് കഴിഞ്ഞ് പല പല കോഴ്സസിനായിട്ട് പോകുവാൻ പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടെയാണല്ലോ. അനേകർ അതിനുവേണ്ടി കരുതിയിട്ടുണ്ടാവാം. എന്നാൽ കുറച്ചു പേരെങ്കിലും സാമ്പത്തികമായി ബുദ്ധിമുട്ടിലാണ്. എൻ്റെ കുഞ്ഞ് 12 കഴിയുമ്പോൾ ഞാൻ അവളെ എവിടെ ചേർക്കും? അവൾ എങ്ങനെ അത് പഠിക്കുവാനുള്ള സാമ്പത്തികം ഉണ്ടാകും? മാത്രമല്ല, നല്ലതായിട്ട് പഠിക്കുന്ന കുഞ്ഞാണ്. അവൾക്ക് ഒരുപക്ഷെ നല്ല ഒരു കോഴ്സിന് ചേർന്നാൽ ഉന്നത ഭാവി കിട്ടിയേക്കാം. പക്ഷെ അത് പഠിപ്പിക്കുവാനുള്ള സാമ്പത്തികം എൻ്റെ കയ്യിലില്ല. അഡ്മിഷൻ ക്രമീകരണങ്ങൾക്ക് സാധ്യതയില്ല. അങ്ങനെയെങ്കിൽ എൻ്റെ കുഞ്ഞിന്റെ പഠനം എന്തായിത്തീരും? ഇങ്ങനെ നമ്മുടെ ഇന്നിന്റെ അവസ്ഥയോർത്ത് വേദനയോടെ, ഇത് കുഞ്ഞുങ്ങളുടെ പഠനം ഇപ്പോൾ കറണ്ടായിട്ട് നടക്കുന്നുകൊണ്ട് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഇതുപോലെ ചെറുതും വലുതുമായി ഇന്നിന്റെ പ്രശ്നങ്ങളിൽ വ്യാകുലപ്പെടുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നോ? ദൈവമക്കളെ, ദൈവത്തിന്റെ വിചാരങ്ങൾ നമ്മുടെ വിചാരങ്ങളെക്കാൾ എത്രയോ ഉന്നതവും ശ്രേഷ്ഠവുമാണ്. ആരംഭത്തിങ്കൽ തന്നെ അവസാനവും അറിയാവുന്ന ദൈവം നമുക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നാം ഭാരപ്പെടുന്ന വിഷയത്തിനു വേണ്ടി കരുതിയിട്ടുണ്ട് എന്ന് നിങ്ങൾ ദൈവസന്നിധിയിൽ വിശ്വസിച്ച് സ്തോത്രം ചെയ്തുകൊണ്ട് ഈ 3ാം മാസത്തിലേക്ക് പ്രവേശിക്കുക. അതുകൊണ്ട് ഈ ദിനം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ദിനമാവട്ടെ. നിങ്ങളുടെ യാത്രകൾ, നിങ്ങളുടെ ജീവിതങ്ങൾ, കുഞ്ഞുങ്ങളുടെ പഠനങ്ങൾ, അവരുടെ വിവാഹം, അവരുടെ ഭാവി തലമുറ എല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങനെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ധന്യമായ ഒരു ദിനമായി ഇന്നത്തെ ദിനം തീരട്ടെ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഒരു കാര്യം ഓർക്കുക, നമ്മുടെ വിചാരങ്ങൾ വെറും മണ്ണിന്റെ വിചാരങ്ങളാണ്, ഈ ഭൂമിയുടെ വിചാരങ്ങളാണ്. എന്നാൽ ദൈവത്തിന്റെ വിചാരങ്ങൾ സ്വർഗത്തിൻ്റെതാണ്, ഉന്നതത്തിൻ്റെതാണ്. അതെ, അത് വാടിപ്പോകുന്നതോ അഴിഞ്ഞു പോകുന്നതോ അഴുകിപ്പോകുന്നതോ അല്ല. അത് നിത്യമായ ഒരു വലിയ പദ്ധതിയാണ്. അത് എന്നിലും നിന്നിൽ നമ്മളിലും നിറവേറുവാൻ ഈ പകലിൽ നമ്മെ തന്നെ ദൈവവരങ്ങൾ ഏൽപ്പിക്കാം. അപ്പാ, എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാവട്ടെ, അതിന് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്നുള്ള സമർപ്പണത്തോടെ ഈ പുത്തൻ മാസത്തിലേക്ക് ഇന്ന് ലഭിക്കപ്പെട്ട വാഗ്ദത്ത വചനത്തിൽ മുറുകെ പിടിച്ച്, അപ്പാ, ഈ വചനം പോലെ അങ്ങയുടെ ഉന്നതവും ശ്രേഷ്ഠവുമായ പദ്ധതി എന്നിൽ നിറവേറ്റണമേ. അതിനായി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്നുള്ള പരിപൂർണ സമർപ്പണത്തോടെ ഇന്നത്തെ ദിനത്തിലേക്ക് പ്രവേശിക്കാം. ആയതിനായി നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക്
പരിപൂർണമായി വിട്ടുകൊടുത്തുകൊണ്ട് തലകളെ വണക്കാം, പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. ഞങ്ങളുടെ ഉടയവനും പരിപാലകനും നടത്തിപ്പുകാരനുമാകുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, 2025 2 മാസം അതിശയകരമായി ഞങ്ങളെ പരിപാലിക്കുകയും 3-ാം മാസത്തിന്റെ 1-ാമത്തെ പ്രഭാതം സന്തോഷത്തോടും സ്തോത്രത്തോടും സ്തുതിയോടും തമ്പുരാന്റെ അടുക്കലേക്ക് വരുവാൻ ആയുസ്സും ആരോഗ്യവും ദീർഘമാക്കിയതിനായി സ്തോത്രം. അപ്പാ, ഞങ്ങളെക്കുറിച്ചുള്ള അങ്ങയുടെ വിചാരം എത്രയോ ഉന്നതവും ശ്രേഷ്ഠവുമാണെന്ന് യെശയ്യാ പ്രവാചകനിൽ കൂടെ ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. അതെ, ഈ മാർച്ച് മാസം അവിടുന്ന് പദ്ധതി ഇടുന്നത് പോലെ അനുഗ്രഹത്തോടെ നടത്തണമേ. അത് അനുഭവിക്കുവാനും അങ്ങയുടെ ഹിതം ഞങ്ങൾ നിറവേറുവാനും ഇതാ ഞങ്ങളെ പരിപൂർണമായി സമർപ്പിക്കുന്നു. ഇന്ന് ഈ പുത്തൻ മാസത്തിന്റെ ആദ്യത്തെ ദിനം ദൈവവചനം കേട്ട് തങ്ങളെ തന്നെ സമർപ്പിക്കുന്ന ഏവരെയും അനുഗ്രഹിക്കണം. ഈ ദിനം, ഈ മാസം സന്തോഷത്തിന്റെയും നന്മയുടെയും ദൈവകൃപയുടെയും മാസമായി ഞങ്ങളെ എല്ലാ നിരകളിലും ദൈവിക പരിപാലനത്തിൽ സൂക്ഷിച്ച് സ്വർഗീയ സംരക്ഷണയിൽ കാത്ത് പരിപാലിക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഈ മാർച്ച് മാസം നമ്മുടെ ഏവരുടെയും ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെയും നന്മയുടെയും സമ്പൽ സമൃദ്ധിയുടെയും ആയുരാരോഗ്യത്തിന്റെയും ദിനരാത്രങ്ങളായി തീരട്ടെ. അതിന് നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ വിചാരങ്ങളും നമ്മുടെ തീരുമാനങ്ങളുമല്ല, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ വലിയ പദ്ധതി എന്നിൽ നിങ്ങളിൽ നിറവേറുവാൻ നമ്മെ തന്നെ ദൈവ കരങ്ങളിൽ സമർപ്പിക്കാം. ഈ മാർച്ച് മാസം ജീവജലത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വർഗത്തിലെ ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും ഉയരത്തിൽ നിന്ന് പ്രദാനം ചെയ്യട്ടെ. 10-ലും 12-ലും മറ്റ് പ്രൊഫഷണൽ കോഴ്സസിലും മാത്രമല്ല, 9-ാം ക്ലാസ് വരെയുള്ള കൊച്ചു ക്ലാസ്സുകളിലെ കുഞ്ഞുങ്ങൾ, 11-ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾ ഒക്കെ എക്സാം എഴുതുകയാണ്. ആ കുഞ്ഞുങ്ങളെല്ലാം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ ഭാവി സമ്പന്നമാക്കട്ടെ. അങ്ങനെ എല്ലാ നിലകളിലും നമ്മെ കുടുംബമായി അനുഗ്രഹിച്ച് ദൈവകൃപയോടെ പരിപാലിക്കട്ടെ. അതിന് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കാം. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കോടികുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.